ഇന്ന് ചക്ക തിന്നാൻ ആഗ്രഹം കേട്ടോ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പറമ്പിൽ ചക്കയില്ല, തൊട്ടപ്പുറത്തെ പറമ്പിൽ ചക്കയുണ്ട്. അന്ന് എന്താ കുഴപ്പം, നമുക്ക് ചാടാലോ. അങ്ങനെ സാഹസികമായി മതിലെല്ലാം ചാടി ഞങ്ങൾ ചക്ക ഇടാൻ പോയപ്പോൾ ദേ കിടക്കുന്ന എന്നെ കൊണ്ടുപോകുമെന്നും പറഞ്ഞൊരു ചക്ക, നല്ല വലിയ ചക്കയായിരുന്നു. അന്ന് അത് ആദ്യം തന്നെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പച്ചച്ചക്ക ഇടാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചക്ക പ്രതീക്ഷ ഞങ്ങൾ ഇട്ടതും ദേ കിടക്കുന്ന ഞാനും വരുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞ് 2 ചക്ക. എന്നാൽ വിഷമിക്കണ്ടല്ലോ എന്നോർത്ത് അവരെയും പൊക്കി ഞങ്ങൾ. എങ്ങനെയാണോ ഞങ്ങൾ സാഹസികമായി മതിൽ ചാടിയത് അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും മതിൽ ചാടി വീട്ടിൽ വന്നു ചക്ക വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതേ കാണുന്ന അടിപൊളി മധുരമുള്ള വരിക്കച്ചക്ക, നല്ല സ്മെല്ലും. ഒന്നും നോക്കിയില്ല, ചക്കയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ഉരുളി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ചക്ക ഒന്ന് മിക്സിയിലിട്ട് ആ പഴം ഇട്ട് ഒന്നടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സ്മെല്ലും വേണമല്ലോ, പിന്നെ ഒരു ടേസ്റ്റും കൂടാൻ വേണ്ടി കുറച്ച് ഏലക്കായും കൂടെ ഇട്ടു. അങ്ങനെ അത് അടിച്ച് തന്നപ്പോഴത്തേക്കും നമ്മുടെ ഉരുളി ചൂടായി കഴിഞ്ഞപ്പോൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അരച്ച പേസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടു. അപ്പം എനിക്ക് തോന്നി ചക്കയ്ക്ക് ഇത്ര മധുരം പോരല്ല, കുറച്ചും കൂടി മധുരം വേണ്ടേ. അന്ന് ഒന്നും നോക്കിയില്ല, ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതും കൂടി ആയി കഴിയുമ്പോൾ മധുരം സെറ്റാണല്ലോ. അയ്യോ, തിളയ്ക്കുമ്പോഴത്തേക്കും വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, എൻ്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചക്കപ്പഴത്തിൻ്റെ ഒരു മണം. അപ്പം ഏലക്ക മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീരകപ്പൊടി പൊടിക്കും, ജീരകം വഴക്കുണ്ടാക്കില്ലേ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ജീരകപ്പൊടി ഇരിക്കണം, അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ചിലർ ചുക്കൊക്കെ ഇടുന്നു എനിക്ക് തോന്നണു, എനിക്കറിയില്ല. ഞാൻ ചുക്കൊന്നും ഇട്ടില്ല, ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നലെ കറക്കി ഉപയോഗിച്ച് തേങ്ങയുടെ ചിരകിയത് പകുതി ഇരിക്കണ്ടായിരുന്നു, അത് ചിരകി അതും ഇട്ടു. പിന്നെ ഒരു തേങ്ങാക്കൊത്തും ഇട്ടു, ഇടയ്ക്കൊരു കടി കിട്ടണമല്ലോ. അങ്ങനെ അതും കൊടുത്തു. അതെല്ലാം കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് വച്ചു. ചൂടോടുകൂടി നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ പപ്പട പരുവാകും. അതുകൊണ്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്തു. ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അരിപ്പൊടി ഇട്ടു, കുറച്ച് റവയും കൂടി ഇട്ട് അങ്ങോട്ട് കുഴച്ചു. നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ചു. ഞാൻ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കുമ്പളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. വീട്ടിലെ മറ്റേ ഇടനില ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ലല്ലേ അതിന്. അപ്പം ഞാൻ ഇടനിലാന്ന് തന്നെയല്ല അതിന് പറയുന്നത്, എനിക്കറിയില്ല, ഇവിടെ ഇടനിലാന്ന് കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തു. കുമ്പളൊക്കെ പ്രതീക്ഷ, പക്ഷേ എനിക്ക് കുമ്പളം ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എളുപ്പപ്പണി, സ്മെല്ല് കാരണം ഇരിക്കാനും പറ്റില്ല. വേഗം അങ്ങനെയൊക്കെ ആക്കി ഇഡ്ഡലി പാത്രത്തിൽ അങ്ങോട്ട് വച്ചു. അയ്യോ, തുറന്നപ്പോൾ വരുന്ന മണം ഉണ്ടല്ലോ, വീട് ചുറ്റും ചക്കയുടെ മണമായിരുന്നു. ആ ഇടനിലയുടെയും ചക്കപ്പഴത്തിൻ്റെ മണം കാരണം സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.